ഫ്രണ്ട്സ് നമസ്കാരം. ഗോർമേ ക്രോസ് ബോർഡേഴ്സിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 850 ഗ്രാം ഫ്രഷ് ചിക്കനാണിത്. അപ്പോൾ ഇതിന് 850 എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തൊക്കെ കഴിയുമ്പോൾ പിന്നെ ഒരു 800 ഗ്രാമേ കാണത്തുള്ളൂ. 30 ഗ്രാം സവാള അരിഞ്ഞതും 2 ടൊമാറ്റോയും മല്ലിയിലയും പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ നമ്മൾ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ചേർത്ത് നമുക്കൊന്ന് പുരട്ടി വെക്കാം. ഈ സ്പൈസസ് എല്ലാം കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കെല്ലാം ഒന്ന് പുരട്ടി വെക്കാം ആദ്യം. എന്നിട്ട് ഒരു ചിക്കൻ നമ്മളൊരു നാരങ്ങ നീര് പിഴിഞ്ഞതും കുറച്ച് ഉപ്പും ചേർത്ത് കഴുകിയെടുത്താൽ നല്ലതാണ്. അതിനുശേഷം വെള്ളം നന്നായിട്ട് പോയ ശേഷം നമ്മളിത് പുരട്ടി വയ്ക്കും. അപ്പോൾ ഇതിനകത്തോട്ട് സ്പൈസസ് ചേർക്കാൻ പോകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്, ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂൺ. പിന്നെ മുളക് പൊടി അത് 2.5 ടീസ്പൂൺ. 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ, നിറച്ചു കൊടുക്കുന്നതാണ്. 2.5 ടീസ്പൂൺ മുളക് പൊടി. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ നിറയെ എടുക്കും. അത് 3 ടീസ്പൂണാണ് 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. പിന്നെ കുരുമുളക് പൊടി ഞാൻ 1/2 ടേബിൾ സ്പൂണാണ്, വലിയ സ്പൂണിന് 1/2 ടീസ്പൂണല്ല. എന്നിട്ട് നമ്മളിത് ഉപ്പും ചേർത്ത് പുരട്ടി വയ്ക്കണം. ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് പുരട്ടിയ ശേഷം അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് 20 മിനിറ്റ്സ് നമ്മളൊന്ന് മാറ്റി വെച്ചേക്കണം. ഇത് ഞാൻ പുരട്ടി നന്നായിട്ട് പുരട്ടി വെച്ച് എന്നിട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. ഒരു അയൺ പാനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓർഗാനിക് കോക്കനട്ട് ഓയിൽ. പാൻ നല്ല ചൂടാകുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് കുറച്ച് ഐസായിട്ടിരുന്നതായതുകൊണ്ട് ഇത് മെൽറ്റാകുമ്പോൾ കുറച്ചുകൂടി കാണും. അപ്പം നിങ്ങളൊരു 3.5 ടേബിൾ സ്പൂൺ എടുത്തോളൂ. കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം, അതാണ് ഇതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അത് മെൽറ്റായി കഴിഞ്ഞ് ഒന്ന് ചൂടാകുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം. ഈ പാൻ നല്ല ചൂടായതുകൊണ്ട് ഓയിൽ പെട്ടെന്ന് ചൂടാകും. അപ്പം ഞാനൊരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത്, കടുക് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. കടുക് പൊട്ടി ഞാൻ ഉള്ളി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റി നല്ല ബ്രൗൺ ഒന്നും വേണ്ട, കുറച്ച് വഴറ്റിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് അതെല്ലാം കൂടെ ഒരുമിച്ച് മൂപ്പിച്ചെടുക്കാം. കുറച്ച് സോഫ്റ്റായി ഞാൻ ഇഞ്ചി ചേർത്ത് കൊടുത്ത് ഇനി വെളുത്തുള്ളിയും കൂടെ ചേർക്കും. ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത ശേഷം നല്ലതുപോലെ നമുക്ക് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ഉള്ളി മൂത്ത് ഞാൻ ടൊമാറ്റോ ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് പുരട്ടി കുറേ നേരം ആയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതല്ല, സ്ലിറ്റ് ചെയ്തത്, അതും ചേർത്ത് ഒന്ന് വഴറ്റി നല്ല മൂത്ത് ഇനി ഞാൻ ചിക്കൻ ചേർത്ത് ഉപ്പും പുരട്ടിയായിരുന്നു ചിക്കനിൽ കേട്ടോ, ഉപ്പും കൂടെ പുരട്ടിയാണ് വെച്ചിരുന്നത്. എന്നിട്ട് ഇനി നമ്മളിത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ ഈ ചിക്കൻ വെള്ളം ചേർക്കാതെ ഇങ്ങനെ തന്നെ അങ്ങ് അടച്ചു വെക്കണം. കാരണം ഇതിൽ ഓൾറെഡി ചിക്കനിൽ അല്പം വെള്ളം കാണും, പിന്നെ തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിരുന്ന് അത് കുറച്ച് നേരം ഇങ്ങനെ വെന്ത ശേഷമേ നമ്മൾ കുറച്ച് വെള്ളം ചേർക്കും. ഇത് നമ്മൾ ഇനി ഇത് അടച്ചു വെക്കും. അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിൽ കുക്ക് ചെയ്യും. കാരണം ഇതിനകത്ത് തന്നെ കുറച്ച് വെള്ളമുണ്ട്. നമ്മൾ തൈര് ഒഴിച്ച് പിന്നെ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം വരും. അപ്പോൾ ആ ഒരു വെള്ളത്തിൽ നമ്മളൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യണം അടച്ചു വെച്ച ശേഷം. പിന്നെ ഒരു 5 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് തുറന്ന് നോക്കണം. കാരണം അടിക്ക് പിടിക്കുന്നുണ്ടാകുന്ന നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കും. ഇത് ഇരുമ്പിൻ്റെതായതുകൊണ്ട് ചിലപ്പോൾ അടിക്ക് പിടിക്കും. പക്ഷേ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ നമ്മളങ്ങനെ അടിക്ക് പിടിക്കത്തില്ല. എന്നാലും നമ്മൾ 5 മിനിറ്റ് ആകുമ്പോൾ നമ്മളൊന്ന് ഇളക്കണം. ഇത് ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞാണ് തുറന്നത്. 10 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം ഇതൊന്ന് ഇളക്കി തണ്ട വെള്ളമെല്ലാം തീർന്നു. ഇതിൽ കുറച്ച് കുക്കായി. ഇനി ഒരു കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്താൽ മതി. ഞാൻ ഇനി ഇപ്പോൾ ഇതിനകത്ത് ചൂടുവെള്ളം ചേർക്കാൻ പോവുക. ചൂടുവെള്ളം ചേർത്ത് ഒരു 1.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. ചൂടുവെള്ളം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ വീണ്ടും അടച്ചു വെച്ച്
ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്തെടുക്കും. അത് നമ്മൾ ഇടയ്ക്കുന്ന ഏതായാലും നമ്മൾ ഇടയ്ക്കുന്ന തുറന്ന് ഒന്ന് ഇളക്കി നോക്കണം. പിന്നെ ആ സമയത്ത് നമുക്ക് ഉപ്പും നോക്കാം. ഉപ്പുണ്ടെങ്കിൽ, ഉപ്പില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പിന്നെ വാങ്ങാറാകുമ്പോഴേ ഗരം മസാല ചേർക്കും. ഗരം മസാല ചേർത്തിട്ടില്ല. ഞാൻ ഇനി ഇത് വീണ്ടും അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോകും. ഞാനിത് വീണ്ടും തുറന്ന് ഇപ്പൊ 10 മിനിറ്റായി. ഇനി ഞാൻ ഇതിനകത്ത് ഉപ്പുണ്ടോന്ന് നോക്കുവാൻ പോവാം. ഉപ്പില്ലെങ്കിൽ നമുക്ക് ഇപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരി ഇച്ചിരി കുറവുണ്ട്. അപ്പൊ ഞാനൊരു 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്തു. പച്ചമുളക് അധികം എരിവുള്ളതല്ല, അപ്പൊ കുഴപ്പമില്ല. അത് നല്ല ഒരു ടേസ്റ്റ് ആണ്. അവസാനം നമ്മൾ പച്ചമുളക് വീണ്ടും ചേർത്താം. 1-2 അധികം എരിവില്ലാത്ത. പിന്നെ ഗരം മസാലയും ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർക്കാം. നല്ല ഗരം മസാലയാണെങ്കിൽ 1/4 ടീസ്പൂൺ മതി. പിന്നെ അതുപോലെ കുരുമുളക് ഞാൻ വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുന്നതാണ്. അപ്പൊ അതിന് നല്ല മണമാണ്. മഞ്ഞളും അതുപോലെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതല്ല, വീട്ടിൽ തന്നെ പൊടിപ്പിച്ചെടുക്കുന്ന പൊടിയാണ്. അപ്പൊ അതിന് കുറച്ച് ചേർത്താൽ മതി. നല്ല ഫ്ലേവറാണ് അതിന് മഞ്ഞൾ. സ്പൈസസ് എല്ലാം നമ്മൾ വറുത്ത് പൊടിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ചിക്കനിൽ പുരട്ടി വെക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ടേ പുരട്ടി വെക്കാവൂ. സാധാരണ രീതിയിൽ നമ്മളല്ലെങ്കിൽ ഉള്ളി വഴറ്റിയ ശേഷമല്ലേ അത് ചേർക്കുന്നത്, വറുക്കാത്തതാണെങ്കിൽ. പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് ഒരു കോക്കനട്ട് ഓയിലും മല്ലിയിലയും കറിവേപ്പിലയും നല്ല വറുത്ത സ്പൈസസും കോക്കനട്ട് മിൽക്കും എല്ലാം കൂടി ചേരുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിപ്പം വറ്റി, ഏകദേശം വറ്റി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓഫാക്കി. വീണ്ടും ഇതിന് ചൂടുവെള്ളം ചേർത്തിട്ട് ഇനി ഞാൻ കോക്കനട്ട് മിൽക്ക്, ഇത് ഓർഗാനിക് കോക്കനട്ട് മിൽക്കാണ്, ഇത് 1 കപ്പ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയിൽ നിന്ന് പിഴിഞ്ഞെടുക്കുന്ന നല്ല ഒറിജിനൽ തേങ്ങാപ്പാൽ ചേർക്കാം, അല്ലെങ്കിൽ ഈ വാങ്ങുന്ന തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അതിന്റെ ടേസ്റ്റ് കുറെ കൂടി കൂടുതലാണ്. എന്നിട്ട് കുറച്ചുകൂടി ഒന്ന് തിക്കാകുമ്പോൾ, ഇത് തേങ്ങാപ്പാൽ ചേർത്താൽ ഒരുപാട് നേരം നമ്മളിട്ട് ഇങ്ങനെ അതിനെ വറ്റിക്കത്തില്ല. അല്പം കൂടെ ഒന്ന് കഴിയപ്പം ഇത് നമ്മളങ്ങ് ഓഫാകും. ടോട്ടലി ഒരു 25 മിനിറ്റ്സേ എടുക്കത്തുള്ളൂ ഈ ചിക്കൻ കറി റെഡി ആകാനായിട്ട്. എൻ്റെ ചിക്കൻ കറി റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ ഇത് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ കമന്റ്സും എന്തെന്ന് വെച്ചാൽ നിങ്ങൾ അതും അറിയിപ്പിക്കണം. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ, നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിരുന്ന് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതിൻ്റെ എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞ് വന്ന് ഇത് കുറച്ചുകൂടി അങ്ങ് തിക്കാവും. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.